അപ്പോൾ ഫസ്റ്റ് വൺ ജീഗർ മുള്ളർ കൗണ്ടർ. ജീഗർ മുള്ളർ കൗണ്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ TLD എന്നൊക്കെ പറയുന്നത് പേഴ്സണൽ ഓരോ ആൾക്കാരുടെ എത്ര ഡോസ് കിട്ടി, ഒരു റേഡിയോഗ്രാഫറിന് സ്റ്റാഫിനൊക്കെ എത്ര ഡോസ് കിട്ടി എന്ന് മെഷർ ചെയ്യാനുള്ളതാണ്. നേരെ മറിച്ച് ജീഗർ മുള്ളർ കൗണ്ടർ എന്ന് പറയുമ്പോൾ ഒരു റേഡിയേഷൻ സർവേ മെഷീനാണ്, മീറ്ററാണ്. അതായത് ഇപ്പോൾ ഒരു റൂമിൽ എത്ര റേഡിയേഷൻ ഉണ്ട് അങ്ങനത്തെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ജീഗർ മുള്ളർ കൗണ്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു പിക്ചർ കാണിക്കാം. ഒരു മഞ്ഞ കളർ ബോക്സ് ആയിട്ടാണ് ഇത് കാണുന്നത്. QA ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഫിസിസ്റ്റ് വരുമല്ലോ, അപ്പൊ അവരെ കയ്യിലുണ്ടാവും ഇത്. ഇത് കണ്ടോ, ഈ ഒരു പിക്ചർ കണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ജിഗർ കൗണ്ടർ കേട്ടോ, ജിഗർ മുള്ളർ കൗണ്ടർ. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെഷറിംഗ് അയനൈസിങ് റേഡിയേഷൻ. ഏതൊക്കെ ഫീൽഡിലാണ്? റേഡിയേഷൻ ഡോസിമീറ്റർ, റേഡിയോളജി പ്രൊട്ടക്ഷൻ, എക്സ്പെരിമെന്റൽ ഫിസിക്സ്, ന്യൂക്ലിയർ ഇൻഡസ്ട്രി. ഇത് എന്താ ചെയ്യുന്നത്? ഇത് പാർട്ടിക്കിൾസിനെ ഐഡന്റിഫൈ ചെയ്യും. അയനൈസിങ് റേഡിയേഷൻസ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ, ബീറ്റ പാർട്ടിക്കിൾ, ഗാമ റേസിനൊക്കെ ഇത് ഐഡന്റിഫൈ ചെയ്ത് ഡിറ്റക്ട് ചെയ്യും, ഉണ്ടോ ഇല്ലയോ, എത്ര ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആണ്. നമുക്ക് അതിനൊരു ഹോൾഡർ പോലെ നമുക്കത് പിടിച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇതിനകത്തുള്ളത് എന്താണ്? കോമ്പണന്റ് എന്ന് പറയുന്നത് ജിഗർ മുള്ളർ ട്യൂബ് ആണ്. അതിനകത്തൊരു സെൻസിങ് എലമെന്റ് ഉണ്ടാവും. ആ സെൻസിങ് എലമെന്റ് ആണ് റേഡിയേഷനെ ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പ്രോസസ്സിംഗ് ഇലക്ട്രോണിക്സ് ഉണ്ടാവും, അതാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റൂല, ഇത്ര എമൗണ്ട് നമ്പർ കാണാൻ പറ്റും. അപ്പൊ ആ നമ്പർ കാണുന്നത് ഈ ഇലക്ട്രോണിക്സ് പ്രോസസ് ചെയ്തിട്ടാണ്. ഓക്കെ. പിന്നെ ഇതിനകത്തുള്ള ഗ്യാസ് എന്ന് പറയുന്നത്, ഈ ജിഗർ മുള്ളർ ട്യൂബിനകത്ത് എയർ ഫിൽഡ് ആണ്. എയർ എന്ന് പറയുന്നത് ഹീലിയം ആകാം, നിയോൺ ആകാം, അല്ലെങ്കിൽ ആർഗൺ. അതായത് സ്റ്റേബിൾ ഗ്യാസസേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അറ്റ് വെരി ലോ പ്രഷർ. ഓക്കെ. പിന്നെ വോൾട്ടേജ് കൊടുക്കുന്നത് എത്രയാണ്? 400 to 600. ക്ലിയർ ആണോ ജിഗർ മുള്ളർ കൗണ്ടർ? ഇനി എയർ ഗ്യാപ്പ് ടെക്നിക്ക്. എയർ ഗ്യാപ്പ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കാറ്റർ റേഡിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്രിഡ് യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എയർ ഗ്യാപ്പ് ടെക്നിക്ക്. ഓക്കെ. എയർ ഗ്യാപ്പ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, ഗ്രിഡ് യൂസ് ചെയ്യുമ്പോൾ MAS കൂട്ടേണ്ടി വരും. അപ്പൊ അതുവഴി പേഷ്യന്റിന് ഡോസ് കൂടുതലാണ്. ഓക്കെ. ഗ്രിഡ് യൂസ് ചെയ്യുമ്പോൾ എന്തിനാ MAS കൂട്ടുന്നത്? എന്തിനായിരിക്കും? ഇപ്പൊ നമ്മളൊരു ഗ്രിഡ് പ്ലേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ, one second. സപ്പോസ് ഞാൻ അവിടെ ഡ്രോ ചെയ്യുന്നത് കാണുന്നുണ്ടോ? ചെറുതാണോ? ഒന്നും കാണാൻ പറ്റുന്നില്ല. അയ്യോ, മെറ്റീരിയൽ കാണുന്നുണ്ടോ? ഈ റിട്ടേൺ ആയിട്ടുള്ള മെറ്റീരിയൽ? മെറ്റീരിയൽ കാണാം. ഓക്കെ. ഇതിന്റെ ഒരു സൈഡിലായിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്, അത് കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഗ്രിഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. ഗ്രിഡ് ഉണ്ട്. ഗ്രിഡ് വെക്കുമ്പോൾ നമുക്ക് സ്കാറ്റർ റേഡിയേഷൻ അബ്സോർബ് ആവും, അതാണ് ബെനിഫിറ്റ്. പക്ഷെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, കുറച്ച് എമൗണ്ട് വരുന്ന പ്രൈമറി ബീം ഉണ്ടല്ലോ, അതിലൊരു കുറച്ച് എമൗണ്ട് ഗ്രിഡ് വഴി കട്ടായി പോകും. ഓക്കെ. സ്കാറ്റർ റേഡിയേഷൻ മാത്രമല്ല, കുറച്ച് എമൗണ്ട് പ്രൈമറി റേഡിയേഷനും കട്ടാവും. അപ്പൊ അതുവഴി ടോട്ടൽ ഇന്റൻസിറ്റി ബീമിന്റെ എമൗണ്ട് കുറയല്ലേ, പ്രൈമറി ബീമിന്റെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രിഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സാധാരണ ഉള്ള MAസിനേക്കാൾ ഒരു ലേശം കൂട്ടി വെക്കും. അപ്പൊ MA കൂട്ടിയാലുള്ള ഗുണം എന്താ? MA കൂട്ടിയാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. തെർമിയോണിക് എമിഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. അതേപോലെ ഇനി ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് പോയി ആനോഡിൽ ഹിറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന എക്സ്റേന്റെ എണ്ണവും കൂടും. ഓക്കെ. അപ്പൊ എക്സ്റേ ബീമിന്റെ ടോട്ടൽ ഇന്റൻസിറ്റി കൂടുകയാണ്. അപ്പൊ ഇനി കുറച്ച് എമൗണ്ട് പ്രൈമറി ബീം കട്ടായാലും നമുക്ക് വേണ്ട ഒരു റേഞ്ച് കട്ടാവുന്നുണ്ട് മാം. അതെയോ? ഹലോ ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കട്ടാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഗ്രിഡ് യൂസ് ചെയ്യുമ്പോൾ MA കൂട്ടുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ്. ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും, അതുവഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേ ബീമിന്റെ എണ്ണവും ഇന്റൻസിറ്റിയും കൂടും. ഓക്കെ. ക്ലിയർ ആണോ? ഗ്രിഡ് യൂസ് ചെയ്യുമ്പോൾ MA കൂട്ടുന്നത് എന്തിനാന്നുള്ളത്? ഓക്കെ. അപ്പൊ അങ്ങനെ MA കൂട്ടിയാൽ പേഷ്യന്റിന് ഡോസ്, ഓക്കെ, പേഷ്യന്റിന് ഡോസ് കൂടുമല്ലോ. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള വേറൊരു ഓൾട്ടർനേറ്റ് മെത്തേഡ്, സ്കാറ്റർ റേഡിയേഷൻ കുറക്കാനുള്ള ഓൾട്ടർനേറ്റ് മെത്തേഡ് ആണ് എയർ ഗ്യാപ്പ് ടെക്നിക്ക്.
ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഉള്ളത് one second. സപ്പോസ് ഇത് ഡിറ്റക്ടർ ആണ് ആൻഡ് നമ്മളൊരു സി സ്പൈൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെക്ക് ഇവിടെ തട്ടുന്നുണ്ടാവും, സ്കളിൽ അവിടെ തട്ടുന്നുണ്ടാവും ആൻഡ് പേഷ്യന്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇടയിലൊരു ഇപ്പൊ ഒരു സി സ്പൈൻ എടുക്കുന്നത്, ഞാൻ വരയ്ക്കുന്നത് റെഡി ആവുന്നില്ല. എനിവേ സി സ്പൈൻ ലാറ്ററൽ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ആ അപ്പൊ നമ്മള് ഹെഡും ഇമേജ് റിസപ്റ്ററിൽ തട്ടുന്നുണ്ട്, സൈഡിൽ നമ്മുടെ ഷോൾഡറും തട്ടുന്നുണ്ട്, പക്ഷെ നമ്മുടെ നെക്കിന്റെ ഒരു പോർഷന് ഇമേജ് റിസപ്റ്ററിൽ ടച്ച് ചെയ്യുന്നില്ലല്ലോ. ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പ് എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ സ്കാറ്റർ റേഡിയേഷൻ ആ ഗ്യാപ്പ് കടന്നു പോകില്ല, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ അതുവഴിയാണ് നമുക്ക് ഗ്രിഡിന്റെ അതേപോലെ ഒരു ആക്ടിങ് ആണ്. ഓക്കെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എയർ ഗ്യാപ്പ് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഓൾറെഡി ഗ്യാപ്പ് പ്രസന്റ് ആയിട്ടുള്ളതിൽ ഇത് നമുക്കൊരു ടെക്നിക് ആയിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഹാൻഡ് ഒക്കെ എക്സിൽ എടുക്കുകയാണ്, ഇപ്പൊ പെൽവിസ് ലാറ്ററൽ അങ്ങനെയുള്ള കുറച്ച് സ്റ്റഡീസിൽ നമുക്ക് എന്ത് ചെയ്യാം, സി സ്പൈൻ ലാറ്ററലിൽ മാമോഗ്രാഫിയിലൊക്കെ എയർ ഗ്യാപ്പ് ടെക്നിക്ക് ഓൾറെഡി പ്രസന്റ് ആണ്. ഓക്കെ. ഓക്കെ. അപ്പം എയർ ഗ്യാപ്പിനൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്കാറ്റർ റേഡിയേഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുവഴി നമുക്ക് കോൺട്രാസ്റ്റ് ഇംപ്രൂവ്ഡ് ആയിരിക്കും. മാമോഗ്രാഫിയിൽ എങ്ങനെ അത് വരുന്നത്? മാമോഗ്രാഫിയിൽ കറക്റ്റ് ടച്ച് ചെയ്യുന്നില്ലേ? ടച്ച് ചെയ്യുന്നുണ്ട്, ബട്ട് ഇമേജ് റിസപ്റ്ററും ഇതും കൂടെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതായത് ഉള്ളിലായിരിക്കുമല്ലോ ഇമേജ് റിസപ്റ്റർ ഇരിക്കുന്നത്, നമ്മൾ ആ വെക്കുന്ന പ്ലേറ്റിന്റെ ഉള്ളിലല്ലേ ഇമേജ് റിസപ്റ്റർ വരുന്നത്. ഓക്കെ. ഇനി ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ആന്റി സ്കാറ്റർ ഗ്രിഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രിഡിന് ഇൻസ്റ്റെഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എക്സാമ്പിൾസ് ഒന്ന് മെൻഷൻ ചെയ്യാം. ദെൻ ഇതെങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ആ ഒരു ഡിസ്റ്റൻസ് ഇടയിൽ വരുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇഫക്റ്റീവ് സ്കാറ്റർ പോയിന്റ് സോഴ്സും ഇമേജ് റിസപ്റ്ററും വരും. ഈ ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴാണ് സ്കാറ്റർ റേഡിയേഷന് ഇമേജ് റിസപ്റ്ററിലേക്ക് എത്താണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഓക്കെ. ക്ലിയർ അല്ലേ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ ആ ഒരു ഇൻക്രീസ്ഡ് ഡിസ്റ്റൻസ് ആണ് ഇംപ്രൂവ് ദ ചാൻസ് ദാറ്റ് പാത്ത് ഓഫ് സ്കാറ്റർ റേഡിയേഷൻ വിൽ നോട്ട് റീച്ച് ദ റിസപ്റ്റർ. റിസപ്റ്ററിലേക്ക് സ്കാറ്റർ റേഡിയേഷൻ എത്തുന്നില്ല, അതുവഴി കോൺട്രാസ്റ്റ് ഇംപ്രൂവ്ഡ് ആവുന്നു. ഓക്കെ. അപ്പൊ എയർ ഗ്യാപ്പ് ടെക്നിക്ക് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഫിൽട്രേഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ നോട്ട് ഓൺ ഇൻഹെറന്റ് ആൻഡ് ആഡഡ് ഫിൽട്രേഷൻ. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് വലിയൊരു നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഫിൽട്രേഷൻ ഞാൻ കംപ്ലീറ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റേ ബീം എന്ന് പറയുമ്പോൾ പോളി എനർജറ്റിക് ആണ്. അതിൽ ഹൈ എനർജി റേസും ഉണ്ടാവും, ലോ എനർജി റേസും ഉണ്ടാവും. അപ്പോൾ ഈ ലോ എനർജി നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇമേജ് ക്വാളിറ്റിനെ അത് ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുക. മാത്രമല്ല പേഷ്യന്റ് ഡോസ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ലോ എനർജി ഫോട്ടോൺസിനെ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഫിൽട്രേഷൻ. ആ ഒരു കൺസെപ്റ്റ് അറിയാലോ? ഓക്കെ. അപ്പൊ ഈ ഫിൽട്രേഷൻ നമുക്ക് രണ്ട് രീതിയിൽ അച്ചീവ് ചെയ്യാം. ഇൻഹെറന്റും ഉണ്ട്, ആഡഡും ഉണ്ട്. ഇൻഹെറന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ട്, ഇൻബിൽറ്റ് ആണ്. നമ്മൾ എക്സ്റേ ട്യൂബിന്റെ തന്നെ അതിന് ഓൾറെഡി ഉള്ള ഫിൽട്രേഷൻ ആണ് ഇൻഹെറന്റ്. ഓക്കെ. അതായത് ഇപ്പോൾ എക്സ്റേ ട്യൂബിന്റെ കോമ്പോണൻസ് ഉണ്ട്, ഗ്ലാസ് വിൻഡോ, അതേപോലെ എക്സ്റേ ട്യൂബിന്റെ ഉള്ളിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഓയിൽ ഉണ്ടല്ലോ, കൂളിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഓയിൽ. അപ്പൊ അതെല്ലാം ഗ്ലാസ് എൻവലപ്പ്, വിൻഡോ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് എമൗണ്ട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേ ബീമിൽ നിന്ന് ലോ എനർജി ഫോട്ടോൺസിനെ ഇതൊക്കെ അബ്സോർബ് ചെയ്യും. ഓക്കെ. അപ്പോൾ അത് എത്രത്തോളാണ്? 0.5 മുതൽ 1.5 millimeters ഓഫ് അലുമിനിയം ആണ് ഇൻഹെറന്റ് ഫിൽട്രേഷന്റെ എമൗണ്ട്. ഓക്കെ. ഇൻഹെറന്റ് ഫിൽട്രേഷൻ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ അത് നാച്ചുറൽ ആണ്, നമ്മളായിട്ട് വെക്കുന്നതല്ല, ഓൾറെഡി എക്സ്റേ ട്യൂബിൽ ഉള്ളതാണ്. ഇനി ആഡഡ് ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെക്കുന്നതാണ്, അഡീഷണലി നമ്മൾ വെക്കുന്നതാണ്. ഇത് ഷീറ്റ്സ് ആണ്, നമ്മൾ അലുമിനിയത്തിന്റെ ഒക്കെ ഷീറ്റ്സ്, അല്ലെങ്കിൽ അലുമിനിയം ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെറിലിയം ഷീറ്റ്സ് ഒക്കെ എക്സ്റേ ബീമിന്റെ പാത്തിൽ വെക്കും. ഓക്കെ. അപ്പൊ ഇത് എന്താ ചെയ്യുന്നത്, ഇതും ലോ എനർജി ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ.
അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഈ ഷീറ്റ്സ് അല്ലാണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ കൊളിമേറ്റർ വെക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ കൊളിമേറ്ററിനകത്ത്, കൊളിമേറ്റർ ഒരു ബോക്സ് അല്ലേ, ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ അതെ. കൊളിമേറ്ററിന്റെ അകത്ത് ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാകും, ഇവിടെ ഒരു ബൾബ് ഉണ്ടാകും, പിന്നെ ഒരു മിററും ഇരിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഈ മിറർ ഉണ്ടല്ലോ, ഈ മിററും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോ എനർജി ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ മിററും നമ്മൾ എന്തിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ആഡഡ് ഫിൽട്രേഷനിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം എക്സ്റേ ട്യൂബിന് പുറമേ ഇപ്പൊ ഇത് എക്സ്റേ ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഷീറ്റ്സ് വെച്ചിട്ടുണ്ടാവും, ഫിൽറ്റേഴ്സ് ഷീറ്റ്സ് വെച്ചിട്ടുണ്ടാവും, പിന്നെ കൊളിമേറ്റർ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എക്സ്റേ ട്യൂബിന് പുറമേ അല്ലേ വരുന്നത്, അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ആഡഡ് ഫിൽട്രേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ആഡഡ് ഫിൽട്രേഷൻ. നമ്മൾ അഡീഷണലി വെക്കുന്ന ഫിൽറ്റർ മെറ്റീരിയൽ പ്ലസ് പിന്നെ കൊളിമേറ്ററിന്റെ അകത്ത് വരുന്ന മിറർ. ഓക്കെ, ആഡഡ് ഫിൽട്രേഷൻ ഏകദേശം എത്ര വരും, 1 to 1.5 millimeters ഓഫ് അലുമിനിയം വരും. ഓക്കെ, ഇനി ടോട്ടൽ ഫിൽട്രേഷൻ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ വരുന്ന 2.5 mm ആണ് ടോട്ടൽ ഫിൽട്രേഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഫിൽട്രേഷൻ. അടുത്തത് ഇല്ലസ്ട്രേറ്റ് ദ ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. ഇല്ലസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച് കാണിക്കുക, എഴുതുകയല്ല, ലൈക്ക് ഒന്ന് ഡയഗ്രമാറ്റിക് സ്കിമാറ്റിക് ആയിട്ട് കാണിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡ്രോ ചെയ്താൽ മതി സർക്യൂട്ട് ബ്രേക്കറിന്റെ ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ സർക്യൂട്ട് ബ്രേക്കറിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം, എ സി ഉണ്ട്, ഡി സി ഉണ്ട്. എ സിയിൽ തന്നെ ഹൈ വോൾട്ടേജും ഉണ്ട്, ലോ വോൾട്ടേജും ഉണ്ട്. ഡി സിയിൽ ഹൈ വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു സർക്യൂട്ട് ഇതേപോലെ പഠിച്ചാൽ മതി, ഇതിൽ മനസ്സിലാക്കി എടുക്കാനൊന്നുമില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഓയിലുള്ള സർക്യൂട്ടും ഉണ്ട്, ഓയിൽ ഇല്ലാത്ത സർക്യൂട്ടും ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. അടുത്തത് എർത്തിങ് ആണ്. എർത്തിങ് അതിന്റെ ടൈപ്സ് ആണ് ചോദിക്കുന്നത്. എർത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, പുറത്തൊരു ചെറിയൊരു എർത്തിങ്, ഒരു പൈപ്പ് പോലെ ഒരു സംഭവം ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ ഇടിമിന്നലൊക്കെ അടിക്കുമ്പോൾ നമ്മളെ വീടിലേക്ക് ഉള്ളിലേക്ക് ഉപകരണങ്ങളിലേക്ക് വരാതെ ഡയറക്റ്റ് അതിന് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് പുറമേ കൂടെ ഒരു നമ്മളൊരു റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു പാത്ത് ഇട്ട് കൊടുക്കണം. അപ്പൊ ഈസി ആയിട്ട് ലൈറ്റ്നിങ് ഒക്കെ എന്ത് പോകും, നേരെ എർത്തിലേക്ക് പോയിക്കോളും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എർത്തിങ്, അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേരാണ് ഗ്രൗണ്ടിങ് എന്നും പറയും. അപ്പൊ ഇതെന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ വരുന്ന കറന്റിന് പോവാൻ ഒരു റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രിവെന്റ് ഇലക്ട്രിക്കൽ ഷോക്സ് ആൻഡ് അതർ ഹസാർഡ്സ്. ഓക്കെ, ഇനി 3 രീതിയിലുണ്ട്, പൈപ്പ് എർത്തിങ് ഉണ്ട്, പ്ലേറ്റ് എർത്തിങ് ഉണ്ട്, സ്ട്രിപ്പ് എർത്തിങ് ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിഫറൻസിയേഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വീടുകളിലൊക്കെ ഉള്ളത് പൈപ്പ് എർത്തിങ് ആണ്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളതും ഏറ്റവും ബെസ്റ്റ് പൈപ്പ് എർത്തിങ് ആണ്. ഇത് ഡയറക്റ്റ് ജസ്റ്റ് ഒരു പൈപ്പ് ഉണ്ടാവും, അത് നേരെ വെർട്ടിക്കലി നമ്മൾ ഗ്രൗണ്ടിൽ താഴേക്ക് എംബഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഡയമീറ്റർ ഒരു 38 millimeters ലെങ്ത് 2 മീറ്ററോളം ലെങ്ത് ഉണ്ടാവും. ഇത് മുകളിലേക്ക് കുറച്ച് ഉണ്ടാവുള്ളൂ, അപ്പൊ നമ്മൾ വിചാരിക്കും എന്താവും ഇതൊരു ചെറുതാണെന്ന്, അല്ല, താഴേക്ക് നല്ലോണം ഉണ്ടാവും. ഓക്കെ, ഈ പ്ലേറ്റ് എർത്തിങ് ഉണ്ട്. പ്ലേറ്റ് എർത്തിങ്ങിൽ നമ്മൾ പൈപ്പിന് പകരം ഒരു പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുക, കോപ്പർ ഗാൽവേനിയോ യൂസ് ചെയ്തിട്ടുള്ള പ്ലേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഗ്രൗണ്ടിൽ അണ്ടർഗ്രൗണ്ട് കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു 3 മീറ്റർ താഴെ ബ്യൂറി ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ദെൻ സ്ട്രിപ്പ് എർത്തിങ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളൊരു ചെറിയ സ്ട്രിപ്സ് കീപ്പ് ചെയ്യാണ്. ഓക്കെ, ഒരു 0.5 meter ഡെപ്തിൽ കോപ്പറിന്റെ സ്ട്രിപ്സ് ബ്യൂറി, അല്ലെങ്കിൽ സ്റ്റീലിന്റെ സ്ട്രിപ്സ് ബ്യൂറി ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അടുത്തത് ഇത് 3 ടൈപ്പ് ഓരോന്നല്ലേ ഒരു ഇതിൽ ഉണ്ടാവുള്ളൂ മാം, ഇതിൽ ഏതെങ്കിലും ഒന്ന് അങ്ങനെയല്ലേ? അതെ അതെ, ഏതെങ്കിലും ഒന്നേ യൂസ് ചെയ്യുള്ളൂ. കോമൺലി എല്ലാരും യൂസ് ചെയ്യുന്നത് പൈപ്പ് എർത്തിങ് ആണ്.
ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ ബാക്കി ടൈപ്സ് കൂടെ ചോദിച്ചത് കൊണ്ട് നമുക്ക് ബാക്കി രണ്ടെണ്ണം കൂടെ പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോംപ്ടൺ സ്കാറ്ററിംഗ് ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ റേഡിയോളജി. ഇപ്പൊ റേഡിയോളജിയിൽ ഈ എക്സ്റേ ബീമിന് മെയിൻലി 4 ഇന്ററാക്ഷൻസ് ആണുള്ളത്. കോംപ്ടൺ സ്കാറ്റർ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, പെയർ പ്രൊഡക്ഷൻ, കൊഹിറന്റ് സ്കാറ്റർ, ഇങ്ങനെ 4 ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ കാണുന്ന 2 ഇഫക്റ്റ് ആണുള്ളത്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും കോംപ്ടൺ ഇഫക്റ്റും. കോംപ്ടൺ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ കോംപ്ടൺ കാരണം ഉണ്ടാവുന്നത് സ്കാറ്റർ റേഡിയേഷൻ, കോംപ്ടൺ സ്കാറ്ററിംഗ് ആണ് ഉണ്ടാവുന്നത്, അതിലാണ് റിസൾട്ട് ചെയ്യുന്നത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണെങ്കിലോ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ് നമുക്ക് കോൺട്രാസ്റ്റ് തരുന്നത്, ഡിഫറെന്റ് ടിഷ്യൂവിന് ഡിഫറെന്റ് കോൺട്രാസ്റ്റ് തരുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കോംപ്ടൺ സ്കാറ്ററിംഗിനെ പറ്റിയിട്ട് വായിച്ചു നോക്കാം. കോംപ്ടൺ സ്കാറ്റർ എന്ന് പറയുമ്പോൾ എക്സ്റേ ഫോട്ടോണ്, ഒരു കുറച്ച് ഹൈ എനർജി ഉള്ളൊരു എക്സ്റേ ഫോട്ടോണ് ഒരു ഷെല്ലിന്റെ ഔട്ടർ ഇലക്ട്രോണിനെ വന്ന് ഹിറ്റ് ചെയ്ത് അതിനെ പുറമേക്ക് എജക്ട് ചെയ്യുന്നതാണ് കോംപ്ടൺ സ്കാറ്റർ. ലോവർ എനർജി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ, ലോവർ അല്ല കേട്ടോ, ഹയർ ആണ്. ലോവർ എനർജി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. അത് ഞാൻ കറക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹയർ ആണ്. ഇനി ഇതിന്റെ വേറൊരു പേര് ഇൻകൊഹിറന്റ് സ്കാറ്ററിംഗ് എന്ന് കൂടി പറയും. ഓക്കെ, അപ്പൊ ഇഫക്റ്റ് ക്ലിയർ ആണോ? അതായത് ഒരു ആറ്റം ഉണ്ടെങ്കിൽ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, അതിലുള്ള ഒരു ഇലക്ട്രോണിനെ ഇത് എക്സ്റേ ബീം വരാണ്, എക്സ്റേ ബീം വന്ന് ഈ ഒരു ഷെല്ലിലെ ഇലക്ട്രോണിനെ ഹിറ്റ് ചെയ്യും. അപ്പൊ ഈ ഇലക്ട്രോൺ പുറത്തേക്ക് വേറെ ഡയറക്ഷനിൽ പോവും, ഈ വരുന്ന റേയും ഡയറക്ഷൻ മാറി പോവും. ഓക്കെ, ഇതാണ് കോംപ്ടൺ സ്കാറ്ററിംഗ്. ഓക്കെ, ഈ സ്കാറ്റർ ഇങ്ങനെയാണ് സ്കാറ്റർ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളെ പേഷ്യന്റിനെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ സ്കാറ്റർ റേഡിയേഷൻ പറഞ്ഞോളൂ. വരുന്ന ആ റേക്ക് ഇതുണ്ടോ മാം, എത്ര MV എത്രയാണെന്നുള്ള അതിന് വാല്യൂ ഉണ്ടോ? റേഡിയേഷൻ ഇത്ര MVന്റെ മുകളിലുള്ള റേഡിയേഷൻ അങ്ങനെ ഉണ്ടോ? ഫോട്ടോൺ ആണ് വരുന്നത് ഉണ്ടോ ആ ഇൻസിഡന്റ് റേക്ക്? പെയർ പ്രൊഡക്ഷൻ ആണെങ്കിൽ 1.02 മെഗാ ഇലക്ട്രോൺ വോൾട്ട്സ് വരുമ്പോഴാണ് പെയർ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത്. നമ്മൾ കറക്റ്റ് വാല്യൂ പറയുന്നില്ല. ഓക്കെ, സോ ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോണിനെ ഹിറ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കോംപ്ടൺ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് സ്കാറ്റർ റേഡിയേഷൻ, മെയിൻലി നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഇമേജിംഗിൽ സ്കാറ്റർ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കോംപ്ടൺ സ്കാറ്ററിംഗ് ആണ്. അപ്പൊ ഈ കോംപ്ടൺ സ്കാറ്റർ കാരണമാണ് ഇമേജ് ക്വാളിറ്റി ബ്ലർ ആവുന്നതും കോൺട്രാസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ. അതേപോലെ തന്നെ പേഷ്യന്റ് ഡോസ് കൂടാനുള്ള കാരണം കോംപ്ടൺ സ്കാറ്റർ ആണ്. ഓക്കെ, അതെ. പിന്നെ സ്പെക്ട്രൽ ഹാർഡനിങ്, പിന്നെ ഒരു ചെറിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോംപ്ടൺ ഇത് സ്കാറ്ററിംഗ് ഉള്ളത് കൊണ്ട് എക്സ്റേ ബീമിന്റെ ആവറേജ് എനർജി കൂടും. ഓക്കെ, എങ്ങനെ ആവറേജ് എനർജി കൂടുന്നത്? സ്കാറ്റർ റേഡിയേഷനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യല്ലേ, അപ്പൊ ഓവറോൾ എനർജി കൂടുന്നതാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആയോ? ഹലോ, കൺഫ്യൂഷൻ ആയോ? ഹലോ, കേൾക്കുന്നില്ലേ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇനി ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. അതിന്റെ ഒക്കെ ഒരു നമ്മളൊരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു അയേൺ കോർ ഉണ്ടാകും. ഓക്കെ, ഈ അയേൺ കോറിന്റെ രണ്ട് സൈഡിലായിട്ട് 2 വൈൻഡിങ്സ് ഉണ്ടാകും. ഇങ്ങനെയാണ് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ഒക്കെ ഉണ്ടാവുക. സ്റ്റെപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ വൈൻഡിങ് കുറവും ഈ സൈഡിൽ വൈൻഡിങ് കൂടുതലും ആയിരിക്കും.
സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷെ കൂടുതൽ ഐസൊലേഷൻ അതെ, ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ അയൺ കോറും ഉണ്ടാകും. ഇതിൽ തന്നെ പ്രൈമറിയും സെക്കൻഡറിയും ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതാണ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഈസ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ദാറ്റ് ഇലക്ട്രിക്കലി ഐസൊലേറ്റ്സ് ഇറ്റ് സെക്കൻഡറി വൈൻഡിങ് ആൻഡ് പ്രൈമറി വൈൻഡിങ്. അപ്പൊ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് പ്രൈമറിയും സെക്കൻഡറിയും ഇല്ല, ബട്ട് ഇലക്ട്രിക്കലി ഇത് തനിയെ ഐസൊലേറ്റ് ചെയ്യും ഏതാണ് പ്രൈമറി ഏതാണ് സെക്കൻഡറി എന്ന്. ഓക്കെ, ഇനി ഇതിൽ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. എന്തെങ്കിലും പറഞ്ഞോ? നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ പോലെയാണോ മാം? അതെ അതെ, ഓട്ടോ ട്രാൻസ്ഫോമർ പോലെ തന്നെ. അതെ അതെ. ഇനി ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് യൂസസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടു ട്രാൻസ്ഫർ ഇലക്ട്രിക് പവർ ഫ്രം എ പ്രൈമറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ്ങിൽ സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. മറ്റേത് എങ്ങനെയായിരുന്നു? മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയായിരുന്നു. ഓക്കെ, ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ആണെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, അത് മൂന്നും ഓർത്ത് വയ്ക്കാം. ഇനി ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഐസൊലേഷൻ ഉള്ളത് കൊണ്ട് ഷോക്കും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എക്സ്റേ മെഷീനിൽ സേഫ്റ്റി നമുക്ക് ഉറപ്പ് വരുത്താം. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡറിയിൽ നിന്ന് ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ എക്സ്റേ ട്യൂബിന് കൊടുക്കുന്നത്. ഓക്കെ, ബേസിക്കലി ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ അതാണല്ലോ, ഒരു ലോ വോൾട്ടേജ് വരുന്നത് ഹൈ വോൾട്ടേജ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനാണ് ട്രാൻസ്ഫോമർ വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കൊളിമേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റേ ബീമിന്റെ സൈസും ഷേപ്പും നമുക്ക് വേണ്ട രീതിയിലേക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കൊളിമേറ്റേഴ്സ്. ഇത് നമ്മൾ പേഷ്യന്റിന്റെയും എക്സ്റേ ട്യൂബിന്റെയും ഇടയിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. എക്സ്റേ ട്യൂബിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഇനി കൊളിമേറ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ 2 സെറ്റ് ഷട്ടർ ഉണ്ടാകും. നമ്മളത് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യുന്നതിനനുസരിച്ച് ആ കൊളിമേറ്റർ ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫീൽഡിന്റെ ബോർഡേഴ്സ് സെലക്ട് ചെയ്യുന്നത്. ഓരോ ഷട്ടറിനകത്തും എന്താ ഉള്ളത്? ലെഡ് പ്ലേറ്റ്സ് ആണ് ഉള്ളത്. അത് ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ആയിട്ട് മൂവ് ചെയ്യും. ഇനി പിന്നെ നമ്മൾ ഈ ഷട്ടേഴ്സ് മൂവ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. പിന്നെ ഈ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്താണ് ഇരിക്കുന്നത്, ആ ബോക്സിനകത്താണ് ഇരിക്കുന്നത്. ഇവിടെ പിക്ചർ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഷട്ടേഴ്സ്. ഓക്കെ, ഇങ്ങനെ 4 സെറ്റ് 1 2 3 4 ഇങ്ങനെ 4 സെറ്റ് ഷട്ടേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഇതിനകത്ത് ലൈറ്റ് സോഴ്സ് ഉണ്ടാവും. അതേപോലെ ഒരു മിറർ ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ടുണ്ടാവും. എത്ര ഡിഗ്രിയിലാണ് മിറർ വെച്ചിട്ടുണ്ടാകുക? ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രീസ് ആണ് കേട്ടോ. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് 45 ഡിഗ്രിയിൽ വെക്കുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 2 ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഈ 2 സൈഡും ഒരേ സെയിം സൈസ് തന്നെ ആയിരിക്കും. അത് അങ്ങനത്തെ ട്രയാങ്കിളിന് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. ചെറിയ ക്ലാസ്സുകളിലാവും വന്നിട്ടുണ്ട്. ഒരു 8ാം ക്ലാസ്സിലൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവുക. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അപ്പൊ അതേ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് എക്സ്റേ ട്യൂബിന്റെ ഫോക്കൽ സ്പോട്ട് ഉണ്ടല്ലോ, ഈ ഫോക്കൽ സ്പോട്ടിൽ നിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ മിററിൽ നിന്ന് ലൈറ്റ് സോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആവണം. ഓക്കെ, അത് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേ ബീമും നമുക്ക് പുറത്തേക്ക് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ ലൈറ്റ് കണ്ടിട്ടല്ലേ പേഷ്യന്റിന് ബോർഡർ ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കാരണം എക്സ്റേ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ആ ലൈറ്റ് നോക്കിയിട്ടാണ് അപ്പർ ബോർഡറും ലോവർ ബോർഡറും ഒക്കെ കൊളിമേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിന് ഇത് ആദ്യം കറക്റ്റ് ആയിരിക്കണം, സെയിം ആയിരിക്കണം. പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേ ബീമും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ഫീൽഡും ഇതിൽ ഈ ലൈറ്റ് ഫീൽഡ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ടല്ലോ, അത് രണ്ടും സെയിം ഫീൽഡ് തന്നെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിറർ 45 ഡിഗ്രിയിൽ വെക്കുന്നത്. 45 ഡിഗ്രിയിൽ വെച്ചാലാണ്
ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ഈ മിററിലേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ ഫോക്കൽ സ്പോട്ടിൽ നിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസും രണ്ടും ഇക്യു ഡിസ്റ്റന്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ആ ക്ലിയർ ആണ് മാം. ആ അപ്പൊ അതൊന്ന് ഇനി ഓർത്ത് വെക്കുക കേട്ടോ. 45 ഡിഗ്രീസിലാണ് ഉണ്ടാവുക. 45 ഡിഗ്രീസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഈസിയാണ്, ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അതാണ് ഇവിടെ മിററിന്റെ താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു കൊളിമേറ്ററിന്റെ അകത്തുള്ള കോമ്പണൻസ്. ഒരു മിറർ ഉണ്ട്, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, കുറച്ച് ഷട്ടേഴ്സും ഉണ്ട്. ഓക്കെ, സൊമാറ്റിക് ഇഫക്ട്സും ജനറ്റിക് ഇഫക്ട്സും പറയേണ്ടതുണ്ടോ? വേണ്ട പറഞ്ഞറിയാം. അറിയുന്നതല്ലേ. ഓക്കെ, ഇനി എക്സ്റേ ട്യൂബിൻ മാമോഗ്രാഫി. നമ്മളെ റേഡിയോഗ്രാഫിയിൽ ഇതിലെ പിക്ചർ വരയ്ക്കണം എന്നില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ ഇവിടെ കൊടുത്തെന്നുള്ളൂ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ, 5 പോയിന്റ് എഴുതിയാൽ മതി. ജസ്റ്റ് ഒരു ബ്രീഫ് സ്റ്റാർട്ടിങ്ങും ഒരു 5 പോയിന്റും എഴുതിയാൽ മതി, 5 മാർക്ക് കിട്ടും. ഓക്കെ, പിക്ചർ അഡീഷണൽ വരയ്ക്കേണ്ട. എന്നാലും ഇനി മാമോന്റെ നമുക്ക് പറഞ്ഞു നോക്കാം എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ എക്സ്റേ ട്യൂബ് ആണ് മാമോഗ്രാഫി മെഷീന്റെ ക്രിട്ടിക്കൽ കോമ്പോണന്റ്. അതിൽ നിന്നാണല്ലോ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മാമോഗ്രാഫി ട്യൂബിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ kV ആണ്. 20 to 40 പോലും വരാറില്ല അധികം. നമ്മളൊരു 20 to 35 വരെ യൂസ് ചെയ്യാറുള്ളൂ. എന്നാലും നമുക്ക് 40 എന്ന് കൊടുക്കാം. 20 to 40 kVp ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല റെസൊല്യൂഷൻ ആണ്, അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത്. എന്തെങ്കിലും ചെറിയൊരു ലീഷനോ കാൽസിഫിക്കേഷനോ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. സോ ഹൈ റെസൊല്യൂഷൻ ആണ്. പിന്നെ 2 ഫോക്കൽ സ്പോട്ട് ഉണ്ട് നമുക്ക്. 0.3 mm ഉണ്ട്, 0.1 mm ഉണ്ട്. 2 ഫോക്കൽ സ്പോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ ടാർഗറ്റ് ഫിൽട്ടർ കോമ്പിനേഷൻ. അതായത് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആനോഡിന്റെ ടാർഗറ്റ് നമ്മൾ മോളിബ്ഡിനം യൂസ് ചെയ്യാറുണ്ട്, റോഡിയം യൂസ് ചെയ്യാറുണ്ട്, ടങ്സ്റ്റൺ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഫിൽറ്ററും ഇതേപോലെ മോളിബ്ഡിനും ടങ്സ്റ്റൺ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിനൊരു കോമ്പിനേഷൻ ഉണ്ട്. അതായത് മോളിബ്ഡിനം ടാർഗറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ മോളിബ്ഡിനം ഫിൽറ്റർ തന്നെ യൂസ് ചെയ്യുന്നതാണ്. MO. ഓക്കെ, അതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അല്ലെങ്കിൽ പിന്നെ മോളിബ്ഡിനം ആണെന്നുണ്ടെങ്കിൽ റോഡിയം യൂസ് ചെയ്യാം. അപ്പം MORH യൂസ് ചെയ്യാം, അല്ലെങ്കിൽ RH. ഓക്കെ, ഇതാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻസ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടാർഗറ്റ് ഫിൽറ്റർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ പിക്ചറിൽ നമുക്ക് താഴെ ഉണ്ടല്ലോ ഒരു കംപ്രഷൻ പാഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ഫൂട്ട് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് രണ്ടും ക്ലോസ് ആയിരിക്കും. നമ്മൾ ബ്രസ്റ്റ് കീപ്പ് ചെയ്തിട്ട് ഈ കംപ്രഷൻ പാഡിലും മുകളിൽ ഒരു പ്ലേറ്റ് കൂടെ ഉണ്ടാവും. അപ്പൊ അത് രണ്ടും ക്ലോസ് ആയി വരും. ഇനി കംപ്രഷൻ എത്രയാണ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 100 to 200 ന്യൂട്ടൺ വരെയാണ് ഇത് പ്രസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു എത്രയാണ് ആ ഫോഴ്സ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. N ന്യൂട്ടൺ ആണേ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ടിപ്പിക്കൽ മാമോ മെഷീന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഒരു എക്സ്റേ ട്യൂബ് ഉണ്ടാവും. എക്സ്റേ നമ്മൾ കോമൺ ജനറൽ എക്സ്റേ ട്യൂബിന്റെ പോലെ തന്നെ ഇതിനും ഒരു പോർട്ട് ഉണ്ടാവും. പോർട്ട് വഴിയാണല്ലോ എക്സ്റേ ബീം പുറത്തേക്ക് വരുന്നത്. അതിന് താഴെ ഫിൽറ്റർ ഉണ്ടാവും. ഫിൽറ്റർ ഏതൊക്കെ വെച്ചിട്ടാണ്? മോളിബ്ഡിനം ആകാം, അല്ലെങ്കിൽ റോഡിയം ആകാം. പിന്നെ ഒരു കൊളിമേറ്റർ ഉണ്ടാകും. അങ്ങനെ താഴേക്ക് വരുന്നു. കംപ്രഷൻ പാഡിലുണ്ട്. ദെൻ ഇവിടെയാണ് നമ്മൾ ബ്രസ്റ്റ് പ്ലേസ് ചെയ്യുന്നത്, കംപ്രഷൻ പാഡിന്റെ താഴെ. കംപ്രഷൻ പാഡിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് കംപ്രഷൻ സംഭവിക്കും. പിന്നെ താഴെ എന്തൊക്കെയുണ്ട്? ഇമേജ് റിസെപ്റ്ററിൽ ഗ്രിഡ് ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്, താഴെ AEC ഉണ്ട്. ഓക്കെ, ഇൻ കേസ് ഇനിയിപ്പോ ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോയിന്റിന് പകരം ഡയറക്റ്റ് പിക്ചർ വരച്ചിട്ട് പിക്ചറിൽ മാർക്ക് ചെയ്താലും മതി. ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, രണ്ടും മാർക്ക് കിട്ടും കേട്ടോ. പിക്ചർ വരച്ചാലും അതിനും മാർക്ക് ഉണ്ടാകും, അതല്ല പോയിന്റ്സ് എഴുതിയിട്ടാണെങ്കിൽ അങ്ങനെയും മാർക്ക് ഉണ്ടാവും. ഓക്കെ, രണ്ടും കൂടെ ചെയ്ത് സമയം കളയണ്ട. ഓക്കെ, ഇനി എക്സ്റേന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എക്സ്റേ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണല്ലോ. അപ്പോൾ കോമൺലി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ചോദിക്കുകയാണെങ്കിലും അതിന്റെ പ്രോപ്പർട്ടീസും 10 എണ്ണം ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ എക്സ്റേസ് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു എനർജിന്റെ ഫോം ആണ്. ഇപ്പൊ നമ്മൾ ഹീറ്റ് എനർജി ഉണ്ട്, ലൈറ്റ് എനർജി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു എനർജിന്റെ ഫോം ആണ് ഇലക്ട്രോമാഗ്നറ്റിക് റേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ
എന്തുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേസ് എന്ന് വരാനുള്ള കാരണം? ഇതിൽ ഇലക്ട്രിക് എനർജി ഉണ്ട്, മാഗ്നറ്റിക് എനർജി ഉണ്ട്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡോ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് z ആക്സിസ്, ഇപ്പൊ ഒന്ന് x ആക്സിസിലാണെങ്കിൽ അടുത്തത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാകുക y ആക്സിസിലായിരിക്കും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ വേറൊരു പിക്ചർ കാണിക്കാം. ഒരു പിക്ചർ കാണുന്നുണ്ടോ? പർപ്പിൾ കളർ. ആ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ നമ്മൾ EMRന്റെ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വേവ്സ് ഉണ്ടാവും. അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും, x ആക്സിസിൽ ഓസിലേറ്റ് ചെയ്യും. മാഗ്നറ്റിക് വേവ്സോ അതിന്റെ മാഗ്നറ്റിക് എനർജി ഇങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുക. ഓക്കെ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആ പേര് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് കമ്പൈൻഡ് ആയതുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പൊ ഇതിൽ രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പൊ ഇനി ഇത് ഓൾറെഡി ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ളത് കൊണ്ട് നമ്മൾ ഇതൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ കൊണ്ടുപോയി വെച്ചാൽ ഇത് ഡിഫ്ലക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതുകൂടെ ഓർത്ത് വെക്കാം. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുക. ഓക്കെ, കർവ്ഡ് ആയിട്ടൊന്നുമല്ല, സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുക. ഇതിന്റെ ഇനി എക്സ്റേന്റെ മാത്രം പ്രോപ്പർട്ടി ആണ്, എക്സ്റേന്റെ വേവ് ലെങ്ത് ചെറുതാണ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പിക്ചർ തന്നെ എടുക്കാം. പിക്ചർ കാണുന്നുണ്ടോ? അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേസിൽ ഒരുപാട് വേവ്സ് വരുന്നുണ്ട്. റേഡിയോ വേവ്സ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ. ഇത് ഓർത്ത് വെക്കാനും ഞാൻ ഓർത്ത് വെക്കാറുള്ളത് RM, ഈ റിവക്സ് ഗാമ എന്നാണ് ഓർത്ത് വെക്കാറ്. ഓക്കെ, R, പിന്നൊരു മൈക്രോവേവ് ഉണ്ട്, ദെൻ റിവക്സ് എന്ന് ആലോചിക്കുമ്പോൾ I, വക്സ്, VUX, ഗാമ, റിവക്സ് ഗാമ. ഓക്കെ, ഇനി റേഡിയോ വേവ്സിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. കോഡ് ഒന്നും കൂടെ പറയാമോ? റിവക്സ് ഗാമ എഴുതണം. ഒന്നും കൂടെ കോഡ് പറയോ? ഞാൻ ഇവിടെ എഴുതാം. റിവക്സ് ഗാമ. ഓക്കെ, 6 റേഡിയോ വേവ്സ്, I ഇൻഫ്രാറെഡ്, V വിസിബിൾ ലൈറ്റ്. ഇതാണ് നമ്മൾ കാണുന്ന റെഡ്, ഗ്രീൻ, റെയിൻബോ കളേഴ്സ് ഉണ്ടല്ലോ, വിബ്ജിയോർ, ആ കളേഴ്സ് ഇതിനകത്താണ് വരിക. ദെൻ അൾട്രാ വയലറ്റ്, അൾട്രാ സൗണ്ട് അല്ല കേട്ടോ, അൾട്രാ സൗണ്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനേ അല്ല, അൾട്രാ വയലറ്റ് ആണ്. ദെൻ എക്സ്റേ, ഗാമാറേ. ഇനി ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ റേഡിയോ വേവ്സിന്റെ സൈഡിലേക്ക് വരുമ്പോൾ വേവ് ലെങ്ത് കൂടുതലാണ്. ഓക്കെ, റേഡിയോ വേവ്സിന്റെ സൈഡിൽ വേവ് ലെങ്ത് കൂടുതലാണ്. എക്സ്റേ, ഗാമാറേക്കൊക്കെ വേവ് ലെങ്ത് വളരെ കുറവാണ്. ഇങ്ങോട്ട് വരുംതോറും വേവ് ലെങ്ത് കുറവാണ്. ഓക്കെ, അപ്പൊ അത് ഓർക്കാൻ, അതായത് ഇപ്പൊ റേഡിയോ വേവ്സിന്റെ ഒക്കെ ഒരു ഗ്രാഫ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നീണ്ടു കിടക്കും. ഈ ഒരു ലെങ്ത് ആണല്ലോ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഒരു എക്സ്റേ ഗാമാറേന്റെ വേവ് ലെങ്ത് എടുത്ത് നോക്കിയാലോ, അടുത്തടുത്തായിരിക്കും. അപ്പൊ ഒരു വേവിന്റെ ലെങ്ത് ആണ് വേവ് ലെങ്ത്, അത് വളരെ ചെറുതാണ്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറയുന്നത് എക്സ്റേന്റെ വേവ് ലെങ്ത് വളരെ ചെറുതാണ്. ഓക്കെ, നമ്മൾ എക്സ്റേന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അപ്പൊ എക്സ്റേന്റെ വേവ് ലെങ്ത് വളരെ ചെറുതാണ്, 1 ആംഗ്സ്ട്രോം.
1 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 നമ്മൾ പറയുന്ന പേരാണ് ആങ്സ്ട്രം. 10⁻⁻10. അപ്പൊ എന്തോരം ചെറിയ വേവ് ലെങ്ത് ആണെന്ന് ആലോചിച്ച് നോക്കൂ. 10⁻⁻10 meters ആണ്. ഓക്കെ, ആങ്സ്ട്രത്തിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ ഇങ്ങനെ A ഇട്ടിട്ട് മുകളിലേക്ക് ഒരു 0 ഇട്ടാലും മതി. ഇതാണ് ആങ്സ്ട്രം സിമ്പൽ. ഓക്കെ ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് എക്സ്റേന്റെ പ്രോപ്പർട്ടീസിൽ പറയേണ്ടത്? എക്സ്റേ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അത് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുള്ളൂ. ആ പിന്നെ വേവ് ലെങ്ത് എങ്ങനത്തെ വേവ് ലെങ്ത് ആണ്? ചെറിയ വേവ് ലെങ്ത് ആണ്, ഷോർട്ട് വേവ് ലെങ്ത് ആണ്. പിന്നെ ഒരു എക്സ്റേനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ കൊണ്ടുവച്ചാൽ അത് ഡിഫ്ലക്ട് ചെയ്യില്ല. ഡിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ചാൽ അതിനനുസരിച്ച് തിരിയും, നോർത്ത് സൗത്ത് തിരിയും. പക്ഷെ എക്സ്റേ മാറില്ല, ഡിഫ്ലക്ട് ചെയ്യില്ല. ഓക്കെ, എക്സ്റേ നല്ല ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും ഡിഫ്ലക്ട് ചെയ്യില്ല. പിന്നെ എക്സ്റേന്റെ വേറൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് എക്സ്റേക്ക് ഒരു മീഡിയം വേണ്ട ട്രാവൽ ചെയ്യാൻ. എക്സ്റേ എന്തിലൂടെയും ട്രാവൽ ചെയ്യും. അതിനൊരു മെയിൻ എക്സാമ്പിൾ ആണ് നമ്മൾ എക്സ്റേ ട്യൂബ് തന്നെ. എക്സ്റേ ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്? അതിനകത്തുള്ള ഗ്ലാസ് ട്യൂബ് എന്താണ്? ഇതിനകത്ത് വാക്യൂം ആണ്, എയർ പോലും ഇല്ല, കംപ്ലീറ്റ്ലി എംപ്റ്റി, ശൂന്യമാണ്. എന്നാൽ പോലും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേ ബീംസ് ട്രാവൽ ചെയ്ത് പുറത്തേക്ക് വരുന്നില്ലേ? അപ്പൊ എക്സ്റേക്ക് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഒരു അൾട്രാസൗണ്ട് വേവ് ആണെങ്കിലോ, യു എസ് ജിക്ക് മീഡിയം വേണം. മീഡിയം ഇല്ലെങ്കിൽ ട്രാവൽ ചെയ്യില്ല. ഓക്കെ, ഏറ്റവും നന്നായിട്ട് ട്രാവൽ ചെയ്യുക സോളിഡ് ആയിട്ടുള്ള സാധനങ്ങളിലാണ്. അൾട്രാസൗണ്ട് നല്ല സ്പീഡിൽ പോകും. ഇനി അതൊരു വാട്ടർ ആണെങ്കിലോ, അപ്പൊ സ്പീഡ് കുറച്ച് കുറയും. എയർ ആണെങ്കിലോ മെല്ലെ പോവുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ, സ്കാൻ ചെയ്യുമ്പോൾ പ്രോബിൽ ഒരു ജെല്ല് തേക്കും. കാരണം എന്താണ്? ആ ജെല്ല് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എത്ര സ്കിന്നിന്റെ എത്ര ക്ലോസ് വെക്കുകയാണെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ അവിടെ എയർ ആയില്ലേ? അപ്പൊ ആ ഗ്യാപ്പ് ഇല്ലാണ്ടിരിക്കാൻ കണ്ടിന്യൂസ്ലി ഒരു സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജെല്ല് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അൾട്രാസൗണ്ടിനൊക്കെയാണ് മീഡിയം വേണ്ടത്. എക്സ്റേക്ക് മീഡിയം വേണ്ട, വാക്യത്തിലൂടെയും ട്രാവൽ ചെയ്യും. പിന്നെ എക്സ്റേ ട്രാവൽ ചെയ്യുന്നത് ലൈറ്റിന്റെ സെയിം വെലോസിറ്റിയിലാണ്. ലൈറ്റിന്റെ വെലോസിറ്റി എത്രയാണ്? 3 × 10⁸8. ഇത് ഓർമ്മയില്ലെങ്കിൽ ഇനി ബൈഹാർട്ട് ചെയ്യണം എന്നില്ല. ഇത് എവിടെയും ചോദിക്കില്ല, ലൈറ്റിന്റെ വെലോസിറ്റി എത്രയാണെന്ന് എവിടെയും ചോദിക്കില്ല. പക്ഷെ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം, പ്രോപ്പർട്ടി ഓർത്ത് വെക്കണം. ലൈറ്റിന്റെ അതേ സ്പീഡ് തന്നെയാണ് എക്സ്റേന്റെ സ്പീഡും. ഓക്കെ, പിന്നെ എക്സ്റേക്ക് പെനട്രേറ്റിംഗ് പവർ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റുന്നത്. നമ്മളെ ബോൺസിനൊക്കെ പെനട്രേറ്റ് ചെയ്ത് പോയി ഇമേജ് റിസപ്റ്ററിൽ എത്തുന്നില്ലേ? അപ്പൊ പെനട്രേറ്റിംഗ് പവർ ഉണ്ട്. പിന്നെ എക്സ്റേക്ക് ഫ്ലൂറസെൻസ് പവർ ഉണ്ട്. ചില സബ്ജക്റ്റിലൊക്കെ നമ്മൾ എക്സ്റേ തട്ടിക്കഴിഞ്ഞാൽ അത് ലൈറ്റ് എമിറ്റ് ചെയ്യും. നമ്മളെ പഴയ ഫിലിം സ്ക്രീൻ ഒക്കെ ആയിരുന്നപ്പോൾ ഇന്റൻസിഫൈങ് സ്ക്രീൻ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എങ്ങനെയായിരുന്നു? എക്സ്റേ ഇന്റൻസിഫൈങ് സ്ക്രീനിൽ തട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ ലൈറ്റ് ആണ് പിന്നെ നമ്മൾ ലാറ്റന്റ് ഇമേജ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ചെയ്യുന്നത്. അപ്പൊ എക്സ്റേക്ക് എന്തുണ്ട്? ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ എക്സ്റേ ആർ കേപ്പബിൾ ഓഫ് ബയോളജിക് ഇഫക്റ്റ്. അതായത് നമുക്ക് റേഡിയേഷൻ കൊണ്ടാൽ നമ്മുടെ ടിഷ്യൂവിന് ഇഫക്റ്റ് വരും. ഡയറക്റ്റ് ഇഫക്റ്റും ഇൻഡയറക്റ്റ് ഇഫക്റ്റും ഒക്കെ വരും. അപ്പൊ അത് ബയോളജിക് ഇഫക്റ്റ് ആണ്. ഓക്കെ, പിന്നെ എക്സ്റേ എന്തല്ല, നമുക്ക് കാണാൻ സാധിക്കില്ല, ഇൻവിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ 10 പോയിന്റ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. 10 പോയിന്റും എഴുതുകയും വേണം കേട്ടോ, ഒന്നും വിട്ടു പോകരുത്. ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ കണക്ട് ചെയ്ത് കിട്ടിക്കോളും. ഓക്കെ, പിന്നെ റെക്ടിഫിക്കേഷൻ. ഈ റെക്ടിഫിക്കേഷൻ എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ആ ഒരു ടേം എന്താണ് എന്നുള്ളത്? അപ്പൊ നമ്മൾ അധികവും യൂസ് ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് AC ആകും. അതായത് ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. പോസിറ്റീവും ഉണ്ടാകും, നെഗറ്റീവും ഉണ്ടാവും, പോസിറ്റീവും ഉണ്ടാവും, നെഗറ്റീവും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് DC ആണ്. അതായത് ഒരു ഇത് മാത്രമല്ല, പോസിറ്റീവ് മാത്രമുള്ള കറന്റ് ആണ് നമുക്ക് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് കറന്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഇപ്പൊ നമ്മൾ എക്സ്റേക്കൊക്കെ നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് AC ആണ്.
വരുന്നത് എ സി ആണ് നമ്മുടെ സർക്യൂട്ടിലേക്ക്. അപ്പൊ അതിനെ നമുക്ക് ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് എന്ത് ചെയ്താൽ മതി? ഡയോഡുകൾ വെച്ചാൽ മതി. ഓക്കെ, ഈ ഡയോഡ് വെച്ച് കഴിഞ്ഞാൽ ഇതും എന്തായിട്ട് മാറും? പോസിറ്റീവ് മാത്രം. അതായത് ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് ബയോസ് എന്നാണ് പറയാം. അതായത് ഈ ഡയോഡിന്റെ നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഫോർവേഡ് ബയാസ് ആണ്. അപ്പൊ ഇതിലൂടെ എന്ത് പോവുള്ളൂ? പോസിറ്റീവ് സൈഡ് മാത്രമേ പോകുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഇമേജിൽ പോസിറ്റീവ് മാത്രം ഉണ്ടാകും. ഓക്കെ, ഇതാണ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ. ഇനി ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ ഒരൊറ്റ ഡയോഡ് മാത്രമാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇമേജ് എങ്ങനെയാ കിട്ടാന്ന് അറിയോ? സപ്പോസ് ഇപ്പൊ എ സി നമുക്ക് ഡി സി ആക്കണം. അപ്പൊ നമ്മൾ ഒരൊറ്റ ഡയോഡ് മാത്രം വെച്ചു. ഒറ്റ ഡയോഡ് മാത്രം വെച്ചാൽ ഇപ്പൊ ഇത് എ സി കറന്റ് ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു എ സി കറന്റ് ആണ് വന്നത്. ഓക്കെ, രണ്ട് സൈക്കിളുള്ള ഒരു എ സി കറന്റ്. നമ്മൾ ഈ ഡയോഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? ഈ പോസിറ്റീവ് മാത്രം മുകളിൽ നിൽക്കും. ഇതുണ്ടാകും, നെഗറ്റീവ് ഇല്ല, പിന്നെ വീണ്ടും പോസിറ്റീവ്. ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് വന്നു. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ. ഓക്കെ, പക്ഷെ ഇത് കണ്ടിന്യൂസ് അല്ല, കൺസിസ്റ്റന്റ് അല്ല. ഒന്നും കൂടെ പറയാമോ? സപ്പോസ് നമ്മള് ഡയോഡ് പറയാം. റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എ സി കറന്റിനെ ഡി സി കറന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വെച്ചിട്ടാ നമ്മൾ റെക്ടിഫൈ ചെയ്യുക? ഡയോഡ് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഡയോഡ് വെച്ചാൽ മതി. ഒരൊറ്റ സിംഗിൾ ഡയോഡ് മാത്രമേ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? അപ്പൊ ഈ ഒരു ഡയോഡിലൂടെ പാസ് ചെയ്യുന്ന പോസിറ്റീവ് സൈക്കിൾ മാത്രമേ നമുക്ക് കിട്ടുന്ന ഇതിലുണ്ടാവുള്ളൂ, റിസൾട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഈ അപ്പർ സൈഡ് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. നെഗറ്റീവ് സൈഡ് ഇതിലൂടെ കടന്നു പോവില്ല, ഡയോഡിലൂടെ പോവില്ല. അപ്പൊ പോസിറ്റീവ് മാത്രമാണ് കിട്ടുക. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ. കാരണം ഇതിന്റെ ഒരു വേവ് എന്ന് പറയുന്നത് ഇത് ആണ് കംപ്ലീറ്റ് ഒരു വേവ്. അപ്പൊ ഈ വേവിന്റെ കംപ്ലീറ്റ് ഇല്ലല്ലോ, ഹാഫ് മാത്രമല്ലേ നമുക്ക് കിട്ടിയുള്ളൂ. ഈ വേവിന്റെ രണ്ടാമത്തെ വേവ് എടുത്ത് നോക്കിയാലും അതിന്റെ ഹാഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ. ഇനി ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്രിഡ്ജ് കോൺഫിഗറേഷൻ ഇങ്ങനെ 4 എണ്ണം വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് നമ്മൾ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും, ഒരു സർക്യൂട്ട് ആയിരിക്കും ആദ്യത്തിൽ ഓൺ ആയിട്ടുണ്ടാവുക. അതായത് സപ്പോസ് ഫസ്റ്റ് വരുന്നത് ഇതായിരിക്കും ഓൺ ആയിട്ടുണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും? പോസിറ്റീവ് സൈഡ് ഇതിലൂടെ പോയിട്ട് നമുക്ക് പോസിറ്റീവ് കിട്ടും. ഓക്കെ, ഫോർവേഡ് ബയാസ് വഴി പോസിറ്റീവ് കിട്ടും. ഇനി അടുത്തത് നമ്മൾ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യുമ്പോൾ കറന്റ് പോകുന്നതിൽ നെഗറ്റീവ് സൈഡാണ് ഇതിലൂടെ കിട്ടുക. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സൈഡിന് ഇത് തിരിച്ചിടും. അപ്പൊ നമുക്ക് എന്തായി? കംപ്ലീറ്റ് ഇമേജ് ആയി, കംപ്ലീറ്റ് സൈക്കിൾ കിട്ടി. ഓക്കെ, ഇതാണ് ഫുൾ വേവ്. ഓക്കെ, ഇനി ഇതിന്റെ സർക്യൂട്ട് റെക്ടിഫിക്കേഷൻ തന്നെയാണോ മാം കിർച്ചോഫ് ലോയും? എന്താണ്? കേട്ടില്ല. ഈ ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ അതും ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ ഫുൾ വേവിന്റെ ഒരു വേ ആണ്. ഫുൾ വേവ് നമുക്ക് രണ്ട് രീതിയിൽ അച്ചീവ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് സെന്റർ ടേപ്ഡ് ആയിട്ടുള്ള ഈ ടൈപ്പിൽ 2 ഡയോഡ് യൂസ് ചെയ്തിട്ടുള്ളത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 4 എണ്ണം യൂസ് ചെയ്യുന്നതിനാണ് ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 4 ഡയോഡ് കാണുന്നില്ലേ? D1, D2, D3, D4. ഓക്കെ, ഈ പിക്ചർ ആണ് കേട്ടോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ 2 പിക്ചറും വരയ്ക്കാൻ പഠിക്കാം. ഓക്കെ, ഒരു ഇൻപുട്ട് ഒരു എ സി കറന്റ് വരുന്നുണ്ട്, അത് ട്രാൻസ്ഫോമർ വഴി നമ്മൾ 2 ഡയോഡ് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡി സി കറന്റ് കിട്ടും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? എ സിനെ ഡി സി ആക്കാണ്. അതാണ് കൺസെപ്റ്റ്. അത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് സെന്റർ ടേപ്ഡ്, ഇതിന്റെ നടുവിലൂടെയാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതാണ് സെന്റർ ടേപ്ഡ്. ഇവിടെ ഒരു സെന്റർ ടേപ്ഡ് ടൈപ്പ് കണ്ടില്ലേ? അപ്പൊ ഇതാണ് അത്. അല്ലെങ്കിൽ നമുക്ക് ബ്രിഡ്ജ്, ഒരു പാലം പോലെ 4 എണ്ണം യൂസ് ചെയ്തിട്ട്, ഇതാണ് ബ്രിഡ്ജ് ടൈപ്പ്. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആണ്. ഇത് ഒരു 2 തവണ വരച്ചാൽ തന്നെ പഠിയും. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു ഹാഫ് വേവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫുൾ വേവ് എന്തുകൊണ്ടും നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമേജ് എന്തായിരിക്കും? നല്ല ക്വാളിറ്റി ഉണ്ടാവും, പേഷ്യന്റ് ഡോസും കുറവായിരിക്കും. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മറ്റിടത്ത് ഒരൊറ്റ സിംഗിൾ ഡയോഡ് യൂസ് ചെയ്തിരുന്നു, ഇവിടെ 2 എണ്ണം 4 എണ്ണം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സർക്യൂട്ട് കോംപ്ലക്സ് ആയി വരികയാണ്. അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്.
ഓക്കെ ഓക്കെ. ഓക്കെ. ഇതാണ് ഫസ്റ്റ് 5 മാർക്കിന്റെ പേപ്പർ. ഇനി രണ്ടാമത്തെ 5 മാർക്ക് പേപ്പറും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ടൈം ഉണ്ടോ? ആ മാം, ഒരു 1 ഹവറും കൂടി കുഴപ്പമില്ല. ഓക്കെ. ഇപ്പൊ രണ്ടാമത്തെയും കൂടെ പറയാം. നമുക്ക് രണ്ടാമത്തേൽ ആദ്യം വരുന്നത് വീണ്ടും ബ്രിഡ്ജ് റെക്ടിഫയർ തന്നെയാണ്. അപ്പൊ ബ്രിഡ്ജ് ഒന്നുകൂടെ ഡീപ്പായിട്ട് ഒന്നുകൂടെ നോക്കാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ ഓൾറെഡി ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സംഭവം ചെയ്യുന്നത്. റെക്ടിഫിക്കേഷൻ ആണ്. AC കറന്റിന് DC ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഏതിൽ വരുന്നതാണ്? ഫുൾ വേവ് റെക്ടിഫയറിൽ വരുന്നതാണ്. ഹാഫ് വേവ് അല്ല, ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഫുൾ വേവിൽ തന്നെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. 2 ഡയോഡ് ഉള്ള സെന്റർ ടാപ്പ്ഡും ഉണ്ട്, 4 ഡയോഡ് ഉള്ള ബ്രിഡ്ജും ഉണ്ട്. അപ്പൊ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഫുൾ വേവിൽ തന്നെ 4 ഡയോഡ് യൂസ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് ബ്രിഡ്ജ് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഈ ഡയോഡ്സ് എന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും രണ്ടിലും വർക്ക് ചെയ്യും. എന്നിട്ട് അതിലെ കറസ്പോണ്ടിങ്, അതായത് പോസിറ്റീവിലൂടെ പോകുമ്പോൾ പോസിറ്റീവ് സൈഡ് കിട്ടും, നെഗറ്റീവില് റിവേഴ്സ് ചെയ്തിട്ട് അതും കിട്ടും. അതാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോ കോമ്പണൻസ് നോക്കാം. ഈ പിക്ചർ നോക്കിയാൽ ഇതിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? മെയിൻലി ഡയോഡ്സ് ആണ് പെട്ടെന്ന് കാണുന്നത്. ഇപ്പൊ D1, D2, D3, D4 ഇങ്ങനെ 4 ഡയോഡ്സും പിന്നെ ഒരു റെസിസ്റ്ററും ഉണ്ട്. ഈ ഇങ്ങനെ വരച്ചിട്ടുള്ളതാണ് റെസിസ്റ്റർ. ഓക്കെ, ലോഡ് റെസിസ്റ്റർ RL. ഓക്കെ, ഇനി ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണ്, ഓപ്പൺ അല്ല. ഇതൊരു ക്ലോസ്ഡ് ലൂപ്പിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് അടുത്ത സെന്റൻസ്. 4 ഡയോഡ്സ് ആർ കണക്റ്റഡ് ഇൻ ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ. എന്തിനു വേണ്ടിയിട്ട്? ടു കൺവേർട്ട് AC ടു DC. ഇതിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ സെന്റർ ടേപ്പ്ഡ് അല്ല ട്രാൻസ്ഫോമർ. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോസ്റ്റ് കുറവാണ്. സൈസും ചെറുതായിരിക്കും, കോസ്റ്റും കുറവാണ്. ഓക്കെ, then input signal is applied across terminal A and B. രണ്ട് ടെർമിനൽ കണ്ടോ, A, B. ഇതിനിടയിലാണ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടുന്ന് AC സപ്ലൈ വരുന്നുണ്ട്. അത് എയും ബിയും ടെർമിനലിലൂടെയാണ് കൊടുക്കുന്നത്, ഈ ഡയോഡ്സിന് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് ആണ്. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇൻ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ആദ്യം നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ടെർമിനൽ B നെഗറ്റീവും ടെർമിനൽ A പോസിറ്റീവും ആയിരിക്കും. ഈ താഴെയുള്ള ടെർമിനൽ ഉണ്ടല്ലോ, നമ്മളൊരു ഫസ്റ്റ് ഞാൻ ഓക്കെ. അപ്പൊ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ AC സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ സൈക്കിൾ, ഇപ്പൊ ഈ ഒരു AC എന്ന് പറയുമ്പോൾ ഇതിൽ എന്തുണ്ട്? പോസിറ്റീവ് ഹാഫ് ഉണ്ട്, നെഗറ്റീവ് ഹാഫ് ഉണ്ട്. അയ്യോ, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, എഗെയിൻ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പോസിറ്റീവ് കറന്റ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ B എന്ന് പറയുന്ന ഈ പോയിന്റ് ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് A എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവ് ആണ്. ഓക്കെ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വോൾട്ടേജ് ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ആദ്യം നമ്മൾ ഇങ്ങനെ കൊടുത്തു നോക്കും. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഏതിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്, വേവ് പാസ് ചെയ്യുന്നത്? D1 ഉം D4 ഉം ആണ് ഫോർവേഡ് ബയസ്ഡ് ആവുക. D1 ഉം D4 ഉം. ഓക്കെ, അപ്പൊ ഇതിലൂടെയാണ് ആദ്യം പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് സൈക്കിൾ 2 കിട്ടും.
ഓക്കെ. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത്? D1ഉം D4ഉം റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ. അപ്പൊ ഇത് ഇപ്പൊ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇത് റിവേഴ്സ് ആയി. അപ്പൊ ഇതിലൂടെ പോവില്ല, കറണ്ട് ഇതിലൂടെ പോവില്ല. പകരം D2ലെയും D3ലെയും കൂടെയാണ് പോകുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതിലൂടെ പോകും. അപ്പൊ ഇത് റിവേഴ്സ് ആയിട്ടുള്ള കറന്റ് ആണല്ലോ, അതുകൊണ്ട് ഈ ഗ്രാഫ് ഇങ്ങനെ വരേണ്ടത് അതും റിവേഴ്സ് ആകും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ലാസ്റ്റ് പോയിന്റ് മനസ്സിലായില്ല മാം. നമ്മൾ സെക്കൻഡ് ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്യാം. നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് D1ലൂടെയും D4ലൂടെയും കറന്റ് പോവില്ല. ഓക്കെ, ഇതിലൂടെ പോവില്ല. ഓക്കെ, താഴെ കൂടെയുള്ള ഇതിലൂടെ മാത്രമാണ് പോകുന്നത്. D2 D3 വഴിയാണ് പോകുന്നത്. അപ്പൊ D2 D3 എന്നുള്ളത് ശരിക്കും ഇങ്ങനെ ഈ ഒരു പോർഷൻ ആണ്, നെഗറ്റീവ് സൈക്കിൾ ആണ് വരേണ്ടത്. ഓക്കെ, ബട്ട് ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് ഇത് നേരെ എന്ത് ചെയ്യും? ഈ സൈക്കിളും നേരെ തിരിച്ച് റിവേഴ്സ് ആവും, മുകളിലേക്ക് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആ കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിൾ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ബി നെഗറ്റീവും എ പോസിറ്റീവും ആണ്. ഇങ്ങനെയാണ് വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പൊ ഏതാണ് കണ്ടക്ട് ചെയ്യുക? ഈ D4ഉം D1ഉം അത് രണ്ടും കണ്ടക്ട് ചെയ്യും. അപ്പൊ അത് ഡയറക്റ്റ് നമുക്ക് രണ്ട് സൈക്കിൾ കിട്ടും. ഇനി നമ്മൾ കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ കിട്ടുന്നത്? D1ഉം D4ഉം തിരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് D2ലൂടെയും D3ലൂടെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്, സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഈ ഡയഗ്രാം നല്ലോണം ബൈഹാർട്ട് ആയിരിക്കണം. ഒരു 2-3 തവണ വരച്ച് പഠിച്ചോളൂ കേട്ടോ. ഡയഗ്രാം വരച്ചാൽ തന്നെ പകുതി മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഈ പോയിന്റ്സ്, താഴെയുള്ള പോയിന്റ്സ് ഒന്നുകൂടെ വായിച്ചു നോക്കുക, എന്നിട്ട് കിട്ടും കേട്ടോ. ഇനി ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ മ്യൂച്വൽ ഇൻഡക്ഷനിലൂടെ വർക്ക് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോമർ. ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിന്റെ ഈ അയൺ കോറിൽ ചുറ്റും നമ്മൾ സ്റ്റീൽ വയേഴ്സ് വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇത് നമ്മളൊരു ഈ സ്റ്റീൽ വയറിലൂടെ കറന്റ് പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ കറന്റ് ക്യാരിയിങ് ആയിട്ടുള്ള ഈ ട്രാൻസ്ഫോമറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് നമ്മളെ മെഷീൻ വർക്ക് ചെയ്യാൻ വോൾട്ടേജ് ആണല്ലോ വേണ്ടത്, 220 വോൾട്ടേജ് വേണം. അപ്പൊ ഈ വോൾട്ടേജ് തരാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമർ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കാം. സിമ്പിൾ ആണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ്. ട്രാൻസ്ഫോമർ ഒക്കെ AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണമാണ് ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് വന്ന AC-നെ DC-ക്ക് ആക്കാൻ നേരത്തെ ഡയോഡൊക്കെ വെച്ച് റെക്ടിഫൈ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമർ AC-യിലേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് പ്രൈമറി വൈൻഡിങ്. ഓക്കെ, അപ്പൊ പ്രൈമറി വൈൻഡിങ്ങിലൂടെ കറന്റ് പാസ് ചെയ്തു. ഇതിലൂടെ ടൈം വാരിയിങ് കറന്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം സെക്കൻഡറി വൈൻഡിങ്ങിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് വരും. ഇനി ഇത് കാരണം ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് വോൾട്ടേജ് കിട്ടും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ സംഭവിക്കുന്നത്? കട്ടാവുന്നുണ്ടോ? അയ്യോ, ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു അയൺ കോർ ആണ്. എന്തൊക്കെയാണ് ഒരു ട്രാൻസ്ഫോമറിൽ ഉള്ളത്? ഒരു അയൺ കോർ ഉണ്ടാകും, ഈ ഒരു റെക്ടാങ്കിൾ പോലെ കാണുന്നത്. അതിൽ ഇങ്ങനെ നമ്മൾ ചുറ്റിയിട്ടുണ്ടാകും, വൈൻഡിങ്സ് ചുറ്റിയിട്ടുണ്ടാകും സ്റ്റീലിന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് പ്രൈമറി വൈൻഡിങ്.
പ്രൈമറി വൈൻഡിങ്ങിലൂടെ AC കറന്റ് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇതിലൂടെ AC വരികയാണ്, പ്രൈമറി വൈൻഡിങ്ങിലൂടെ AC കറന്റ് വന്നു. അപ്പൊ ഈ AC കറന്റ് ഇതിലൂടെ വരുന്നത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ആവും. ഇതിങ്ങനെ AC കറന്റ് എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റിംഗ് കറന്റ്, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ടൈം വേരിയിങ് കറന്റ് ആണ്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഈ ചേഞ്ച് കാരണം ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തിങ് ഓർക്കേണ്ടത് പ്രൈമറി വൈൻഡിങ്ങിലെ കറന്റ്, പ്രൈമറി വൈൻഡിങ്ങിൽ എന്താ സംഭവിക്കുന്നത്, അത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി സെക്കൻഡറി വൈൻഡിങ്ങിൽ എന്ത് ചെയ്യുന്നു, ഈ സെക്കൻഡറി വൈൻഡിങ് ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡിലാണ് നിൽക്കുന്നത്. ഹലോ, ദെൻ സെക്കൻഡറി വൈൻഡിങ് മാഗ്നറ്റിക് ഫീൽഡിൽ, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെയാണ് സെക്കൻഡറി വൈൻഡിങ് വരുന്നത്. സോ സെക്കൻഡറി വൈൻഡിങ്ങിലും എന്ത് ആയി, കറന്റ് അതിലൂടെ ഇൻഡ്യൂസ്ഡ് ആയി. ഓക്കെ, ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. എന്തൊക്കെയാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ടിപ്പിക്കൽ കോമ്പണൻസ്? ട്രാൻസ്ഫോമറിന് ഒരു കോർ ഉണ്ട്. ഓക്കെ, ഒരു മാഗ്നറ്റിക് കോർ ഉണ്ട്. നമ്മളൊരു ഇങ്ങനെ വരച്ചില്ലേ, ഇതാണ് മാഗ്നറ്റിക് കോർ. ഈ കോർ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന യൂഷ്വലി അയൺ വെച്ചിട്ടാണ്, അയൺ കോർ ആണ് യൂസ് ചെയ്യുന്നത്, സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ സ്റ്റീൽ ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയാണ് ഒരു ട്രാൻസ്ഫോമറിൽ ഉള്ളത്, രണ്ട് സൈഡിൽ വൈൻഡിങ്സ് ഉണ്ടാവും. പ്രൈമറി വൈൻഡിങ് ഉണ്ടാകും, സെക്കൻഡറി വൈൻഡിങ് ഉണ്ടാകും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, നമുക്ക് എന്തൊക്കെ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ പ്രൈമറി സൈഡിൽ വൈൻഡിങ്സിന്റെ എണ്ണം കുറവും സെക്കൻഡറി സൈഡിൽ വൈൻഡിങ്സിന്റെ എണ്ണം കൂടുതലും ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പ്രൈമറി സൈഡിൽ വൈൻഡിങ് കുറവ്, സെക്കൻഡറി സൈഡിൽ ഒരുപാട് വൈൻഡിങ്സും ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ സെക്കൻഡറി, 2 എന്ന് ഉദ്ദേശിക്കുന്നത് സെക്കൻഡറി, ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലോ നേരെ തിരിച്ചായിരിക്കും, പ്രൈമറിയിൽ വൈൻഡിങ്സ് കൂടുതലും, പ്രൈമറിയിൽ ഒരുപാട് വൈൻഡിങ്സും സെക്കൻഡറിയിൽ കുറച്ച് വൈൻഡിങ്സും. ഓക്കെ, ദെൻ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സെയിം കോറിൽ തന്നെ പ്രൈമറിയും സെക്കൻഡറിയും വരുന്നത്. അപ്പോൾ പ്രൈമറി വൈൻഡിങ്സിന്റെയും സെക്കൻഡറി വൈൻഡിങ്സിന്റെയും എണ്ണവും സെയിം തന്നെ ആയിരിക്കും. ദെൻ ഓട്ടോ ട്രാൻസ്ഫോമർ. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സിംഗിൾ വൈൻഡിങ്ങിൽ തന്നെ നമുക്ക് വോൾട്ടേജ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ട്രാൻസ്ഫോമറിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഒരു റേഡിയോഗ്രാഫറിന്റെ റോൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. റേഡിയോഗ്രാഫറിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഐഡന്റിഫൈ പേഷ്യന്റ്, ഇൻഫോം പേഷ്യന്റ്, കൂടെയുള്ള ആളെ വെരിഫൈ ചെയ്യാം, വെരിഫൈ ദ ഫീമെയിൽ പേഷ്യന്റ് ഇസ് നോൺ പ്രഗ്നന്റ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ LMP ചോദിക്കുന്നതും 10-day റൂളൊക്കെ റൂൾ ഔട്ട് ചെയ്യുന്നതൊക്കെ. ദെൻ കോൺട്രിബ്യൂട്ട് ടു പ്രിപ്പറേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ ഫോർ ന്യൂ എക്യുപ്മെന്റ്, നമ്മളൊരു പുതിയ എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിപ്പറേഷനിലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. പിന്നെ ഇമേജിംഗ് പ്രോട്ടോകോൾസിന്റെ ഒപ്റ്റിമൈസേഷൻ, റേഡിയേഷൻ പ്രൊട്ടക്ഷനിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ദെൻ റെഗുലർ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യണം. പേഷ്യന്റ് ഡോസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണം. ദെൻ എന്തെങ്കിലും ആക്സിഡന്റോ ഇൻസിഡന്റോ മെഡിക്കൽ എമർജൻസി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റേഡിയോളജിസ്റ്റിനെയും റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഓഫീസറിനെയും ഇൻഫോം ചെയ്യണം. പിന്നെ അടുത്തത് മൊബൈൽ എക്സ്റേയും പോർട്ടബിൾ എക്സ്റേ മെഷീന്റെയും ഡിഫറൻസസ് ആണ്. അപ്പോൾ മൊബൈൽ എക്സ്റേ, പോർട്ടബിൾ എക്സ്റേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരേപോലത്തെ കൺസെപ്റ്റ് ആണ്, പക്ഷെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിന്റെ അകത്തൊക്കെ ഉള്ളത് ഫിക്സഡ് മെഷീൻസ് ആണ്. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പല OP യിൽ നിന്നുള്ള പേഷ്യൻസ് വരുന്നു, അവർ എക്സ്റേ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് എടുക്കുന്നു, അവർ പോകുന്നു. പക്ഷേ ചില സമയത്ത് ചില പേഷ്യൻസിന് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എക്സാമ്പിൾ ഇപ്പോൾ ICUലൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ചില പേഷ്യൻസ് വീടുകളിൽ തന്നെ നമുക്ക് പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് എടുക്കാനുണ്ടാവും. അപ്പൊ ഇങ്ങനെ 2 ടൈപ്പ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ICUലുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ എന്താ ചെയ്യാറ്, മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ആ വീലൊക്കെ ഉള്ള നമ്മൾ പുഷ് ചെയ്ത് കൊണ്ടുപോയിട്ട് എടുത്തു വരും. നമ്മൾ ചാർജ് ചെയ്ത് വെക്കും മെഷീന്, ചാർജ് ആയി കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് എക്സ്റേ ഒക്കെ എടുത്ത് തിരിച്ചു കൊണ്ടുവരും. അതാണ് മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ്. നേരെ മറിച്ച് പോർട്ടബിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്യൂട്ട് കേസ് പോലെയൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് പോർട്ടബിൾ എക്സ്റേ മെഷീൻ. അതാണ് നമ്മൾ വീടുകളിലൊക്കെ പോയിട്ട് സർവീസ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് പോയിന്റ്സ് നോക്കാം.
പോർട്ടബിൾ എക്സ്റേ എന്ന് പറയുമ്പോൾ ക്യാരീഡ് ബൈ വൺ ഏബിൾ ബോഡീഡ് പേഴ്സൺ അറ്റ് എ ടൈം. അപ്പോൾ ഒരാൾക്ക് ചുമക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഉള്ളൊരു മെഷീനാണ് പോർട്ടബിൾ എക്സ്റേ. ഇത് നമുക്ക് ഹോസ്പിറ്റലിനകത്തും യൂസ് ചെയ്യാം, ബട്ട് മോസ്റ്റ്ലി ഒരു പേഷ്യന്റിന്റെ വീട്ടിലൊക്കെ പോയിട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. മെഷീൻ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. മെഷീന്റെ കോമ്പണൻസ് പറയുന്നത് ഒരു എക്സ്റേ ട്യൂബ്, ഹൈ ടെൻഷൻ ജനറേറ്റർ, ഫിൽഡ് വിത്തിൻ ആൻ ഓയിൽ ഫിൽഡ് ടാങ്ക്, അതേപോലെ ഒരു കൺട്രോൾ യൂണിറ്റ്. മൊബൈൽ എക്സ്റേ എന്ന് പറയുമ്പോൾ ഇത് സ്വയം മൂവ് ചെയ്യാനുള്ള capability ഉണ്ട്. പോർട്ടബിൾ നമ്മൾ ഒരാൾ എടുത്ത് നടക്കണം. മൊബൈൽ ആവുമ്പോൾ അത് താനെ മൂവ് ചെയ്യാൻ അതിന് വീൽസ് ഉണ്ട്, നമ്മൾ പുഷ് ചെയ്താൽ മതി. ഓക്കെ, വീൽ ഉണ്ട്. ദെൻ കുറച്ചുകൂടെ ഹെവിയർ ആണ്. പോർട്ടബിളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് നല്ലോണം ഹെവിയർ ആണ്, ലാർജറും ആണ്. നമ്മൾ ഒരാൾ പുഷ് ചെയ്യാനേ വേണം. ഇതിന്റെ കോമ്പണൻസ് ഒരു വീൽഡ് ബേസ് ഉണ്ട്, ഹൈ ടെൻഷൻ ജനറേറ്റർ, കൺട്രോൾ പാനൽ, സപ്പോർട്ടഡ് എക്സ്റേ ട്യൂബ്. ഇനി ഈ ഡിഫറൻസസ് തന്നെ ജസ്റ്റ് ഒരു ടേബിളേറ്റ് ചെയ്തതാണ്, ഇത് വായിച്ചു നോക്കിയാൽ മതി. ദെൻ അടുത്തത് എക്സ്റേയിൽ വരുന്ന 4 QA ടെസ്റ്റ് മെൻഷൻ ചെയ്യുക. 4 QA ടെസ്റ്റ് വരുമ്പോൾ എക്സ്പോഷർ ടൈമറിന്റെ ആക്യുറസി ടെസ്റ്റ് ഉണ്ട്, എക്സ്റേയും ലൈറ്റ് ബീമും ഇത് രണ്ടും ഒരേ ഏരിയയിൽ തന്നെയാണോ, അതിന്റെ ആ ഒരു അലൈൻമെന്റ് കറക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. സ്ക്രീൻ ഫിലിം കോണ്ടാക്ട്, അതായത് ഇന്റൻസിഫയിങ് സ്ക്രീനും ഫിലിമും അത് രണ്ടും നല്ലോണം അടുപ്പിച്ച് തന്നെ ക്ലോസ് കോണ്ടാക്റ്റിൽ വെക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ കോണ്ടാക്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് ഉണ്ട്. ദെൻ സ്പേഷ്യൽ റെസൊല്യൂഷന്റെ ടെസ്റ്റ് ഉണ്ട്, യൂണിഫോമിറ്റി ടെസ്റ്റ് ഉണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് വിവരിക്കാനാണ്. അപ്പൊ നമുക്ക് എക്സ്റേയും ലൈറ്റ് ബീമും അത് രണ്ടും ഒരേ അലൈൻമെന്റിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കൊളിമേറ്ററിന്റെ ഒരു ഷീറ്റ് ഉണ്ടാവും. ഈ ഷീറ്റിന്റെ മുകളിൽ നമ്മൾ ഈ ഒരു സിലിണ്ടർ കീപ്പ് ചെയ്യും. ഈ സിലിണ്ടറിന്റെ മുകളിൽ ഒരു റൗണ്ട് കണ്ടോ, ഒരു സ്റ്റീലിന്റെ ഒരു റൗണ്ട് ഉണ്ടാകും, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ താഴെ നമ്മൾ ഈ ഇമേജിലും ആ ഒരു റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്ന എക്സ്റേ ബീമിന്റെ ലൈറ്റും എക്സ്റേ ബീമും ഒരേപോലെ കൊഹിറന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഇമേജ് ഉണ്ടല്ലോ, ഈ ടോപ്പ് ബോളിന്റെ ഈ ഒരു സ്റ്റീലിന്റെ ഇമേജ് കറക്റ്റ് ബോട്ടമിൽ നമ്മൾ വരച്ചിട്ടുള്ള സർക്കിളിൽ തന്നെ ആയിരിക്കും ഇമേജും വരേണ്ടത്. അതിൽ നിന്ന് മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം റേഡിയേഷൻ എക്സ്റേ ബീമിന്റെ അലൈൻമെന്റിൽ ഡീവിയേഷൻ ഉണ്ട്. ഓക്കെ.